എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മറ്റൊന്നുമല്ല, വെജ് കോലാപ്പൂരി. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 2 ചെറിയ പീസ് കറുവപ്പട്ട, ഒരു കറുത്ത ഏലക്ക, സാധാരണ ഏലക്ക ഒരു 4 എണ്ണം ചെറുതെടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളകും എടുത്തിട്ടുണ്ട്, ഒരു 5-6 എണ്ണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമല്ലിയും ജീരകവുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് വാടി ഒരുമാതിരി ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സമയത്തേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് അത് ഒരുപാടൊന്നും മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കുമ്പോൾ മനസ്സിലാകും ആ ഒരു പച്ച ഇതങ്ങ് മാറിയിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത്. ഒരുപാട് മുരിഞ്ഞ് പോകരുത്, നമ്മൾ തീയലിനൊന്നും എടുക്കുന്ന പോലെയൊന്നും ആയി പോകരുത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഏതൊക്കെ വെജിറ്റബിൾ വേണോ അതെല്ലാം എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഇതിനകത്ത് കോളിഫ്ലവർ, ബ്രോക്കലി ഒക്കെ ഇടാവുന്നതാണ്. ഞാൻ ആ മിക്സ് വെജിറ്റബിൾസിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, എക്സ്ട്രാ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് മൊരിയൊന്നും വേണ്ട, വേവുകയും വേണ്ട. ജസ്റ്റ് എണ്ണയിലൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സവാള ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ആകാൻ പാടുള്ളൂ, ഒരുപാട് മൊരിഞ്ഞ് വരരുത്. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വാട്ടിയിട്ട് നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ച സാധനം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ആ പാത്രം തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ജീരകമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിയിച്ചെടുക്കാം. ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി ഒരു മണം വരും. ആ ഒരു സമയത്ത് നമുക്ക് ഒരു വലിയ സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 2 മീഡിയം സൈസ് സവാള ഇത്രയും വെജിറ്റബിൾസിന് എടുക്കാവുന്നതാണ്. കൂട്ടത്തിൽ 2-3 പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് തന്നെ ചേർക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീരകം പൊട്ടിച്ച് അതൊന്ന് മൂത്ത് വരുമ്പോൾ ആദ്യം അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് വേണം സവാള ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ആദ്യം ചേർത്തു, അതിനുശേഷം ഞാൻ ചേർത്തത് മുളക് പൊടിയാണ് കേട്ടോ. ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട, കാരണം നമ്മൾ വറ്റൽമുളകൊക്കെ അരച്ചെടുത്തിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം വഴറ്റിയിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, ആ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ പേസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് 1 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് ഇതിനകത്തുനിന്ന് ആ എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആകുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി. എന്നാൽ അടിയിൽ പിടിക്കുകയൊന്നും ചെയ്യരുത്, ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ആ എണ്ണയൊന്ന് സെപ്പറേറ്റ് ആയി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കാരണം നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നതിൻ്റെ ആ ഒരു റോ സ്മെല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണയൊന്ന് സെപ്പറേറ്റ് ആയി വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക. എന്നിട്ട് ആ എണ്ണയൊക്കെ നമുക്കറിയാം, നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും, എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമ്മൾ തക്കാളിയും കാഷ്യൂ നട്ടും കൂടെ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം ചേർക്കുമ്പം ആവശ്യത്തിന് വെള്ളം ചേർക്കണം. അതായത് നമ്മുടെ വെജിറ്റബിൾസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിളിൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഞാനിതിനകത്ത് ക്യാപ്സിക്കം ഒന്നും ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഈ സമയത്ത് നമ്മൾ സവാള എടുത്തില്ലേ, ആ സമയത്ത് തന്നെ ക്യാപ്സിക്കവും കൂടെ നമുക്കൊന്ന് വാട്ടിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും.
അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കാവേണ്ട സമയമേ എടുക്കത്തുള്ളൂ. ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രേവിയിൽ കിടന്ന് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവണം. പെട്ടെന്ന് വേവുമല്ലോ, വെജിറ്റബിൾസ് പെട്ടെന്ന് വേവാനുള്ള വെജിറ്റബിൾസേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെജിറ്റബിൾസ് കുക്കാവാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെന്താൽ മതിയാവും. നമ്മളൊരു പീസ് എടുത്തൊന്ന് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം വെന്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസിൽ ഏറ്റവും വേവ് കൂടിയത് ഏതാണോ അതാണ് നമ്മൾ എടുത്തൊന്ന് ഞെക്കി നോക്കുകയോ കടിച്ചു നോക്കുകയൊക്കെ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഇനി നാരങ്ങയുടെ നീരില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കൂടി പോകരുത്, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വിനാഗിരി ചേർക്കുമ്പോൾ പുളി ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. നാരങ്ങാ നീരാണ് ബെറ്റർ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തു. അപ്പോൾ നമ്മുടെ ഏകദേശം കുക്കായി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുക്കുവാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഇത്. പറയാൻ വാക്കുകളിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോണൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ അത്ര വലിയ ഇതൊന്നും തോന്നാറില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാത്തിനും, ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും എന്തിനു വേണ്ടി എന്ത് പലഹാരത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.